ഹായ് ഫ്രണ്ട്സ്, മനു ട്രാവൽ ടിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്യാമറ വന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ആക്സസറീസും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്കിത് വന്നത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ നമുക്കിത് പൊളിച്ച് നോക്കിയിട്ട് പറയാം. ഇത്രയും സാധനങ്ങളാണ് ഇതിൽ ഉള്ളത്. ഇത്ര ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ മറ്റേ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ എന്താ പറയുക, ഈ ഹെൽമെറ്റിലൊക്കെ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിക്കർ ആവശ്യം വരില്ല. അങ്ങനെയുള്ള സ്റ്റിക്കറും കാര്യങ്ങളൊക്കെയാണിത്. ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ. അതുപോലെ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യാനുള്ള ക്ലിപ്പും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെയാണ് ഇതിന്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ബാഗിലൊക്കെ പിൻ ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണിത്, ഈ ഒരു ടൈപ്പ്. പിന്നെ അതേപോലെ തന്നെ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കയ്യിലൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണിത്. അതേപോലെ നമ്മളെ കാറിലൊക്കെ പോകുന്നൊരു യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലാസിൻ്റെ മുകളിലൊക്കെ ക്ലിപ്പ് ചെയ്യുന്നൊരു ഐറ്റമാണിത്. ഗ്ലാസിൻ്റെ മുകളിൽ ക്ലിപ്പ് ചെയ്യുന്ന സാധനം. അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട് ഇതിൽ. പിന്നെ അതേപോലെ തന്നെ ഹെൽമെറ്റിൻ്റെ കുറച്ച് മൗണ്ട്സും കാര്യങ്ങളും, ഇതിനൊക്കെ ജെ മൗണ്ട്സ് ഒക്കെ പറയും. അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇത് നമ്മുടെ സൈക്കിളിൽ അതേപോലെ തന്നെ ബൈക്കിൻ്റെ ഹാൻഡിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണിത്, ഈ ഒരു മോഡൽ. പിന്നെ ഇതൊരു വാട്ടർ പ്രൂഫ്. നമ്മളിപ്പോൾ സ്വിമ്മിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ക്യാമറ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സാധനമാണിത്. ഇതാകുമ്പോൾ വാട്ടർ പ്രൂഫ് എന്താ വെച്ചാൽ വെള്ളത്തിൽ പൊങ്ങി നിൽക്കും ഒരു സാധനമാണിത്. അതേപോലെ തന്നെ ഒരു സെൽഫി സ്റ്റിക്ക് ഉണ്ട്. ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു സെൽഫി സ്റ്റിക്ക് ഉണ്ട്. അതിൻ്റെ തന്നെ ഇതിൽ കൊടുക്കുന്ന ഒരു മൗണ്ടാണിത്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇതിൻ്റെ അത്ര ഇപ്പോൾ കിട്ടിയത്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വന്നത് 1090 രൂപയാണ്. അപ്പോൾ ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെസ്റ്റിലൊക്കെ ഇൻസെർട്ട് ചെയ്തിട്ട് ക്യാമറ സെറ്റ് ചെയ്യാനുള്ളൊരു ഐറ്റമാണിത്, ഈ ഒരു മോഡൽ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്നിച്ച് വന്ന സാധനമാണ്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ബെസ്റ്റ് ഒരു കാറിൽ ഒന്ന് ക്ലിപ്പ് ചെയ്യാനുള്ളൊരു സാധനം, അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറച്ച് മൗണ്ട്സൊക്കെയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇങ്ങനത്തെ സെൽഫി സ്റ്റിക്ക്, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം. ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അതേപോലെ ഇതിപ്പോൾ തലയിൽ ക്ലിപ്പ് ചെയ്യാനുള്ള സാധനമാണ്. തലയിൽ ക്യാമറ ഒക്കെ ഇപ്പോൾ കുക്കിങ്ങിൻ്റെ ചാനലൊക്കെ ആണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സാധനമാണിത്. തലയിൽ ക്ലിപ്പ് ചെയ്തിട്ട് ക്യാമറ നമുക്ക് മൗണ്ട് ചെയ്യാനുള്ളൊരു സംഭവമാണിത്. അങ്ങനെ കുറേ ഇതേപോലെ തന്നെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു ക്യാരി ബാഗും കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതിൽ കൊള്ളും. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇതിലിട്ടിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും.
ഈ ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ ആക്സസറീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങോട്ടുള്ള വീഡിയോകളൊക്കെ ഹെൽമെറ്റിൻ്റെ ഒപ്പം മൗണ്ട് ചെയ്യാനും അതുപോലെ തന്നെ കാറിലൊക്കെ മൗണ്ട് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് ഇപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ അങ്ങ് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ, കാരണം നല്ല നല്ല വീഡിയോകളൊക്കെ ഇനി അങ്ങോട്ട് അടിപൊളി വീഡിയോകളൊക്കെ വരാനും കിടക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.